സരോജിനിയർത്തിയെ കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഏതെടുത്താലും ദുഃഖിക്കാനേ ഉള്ളൂ. ഇനിയെങ്കിലും സന്തോഷം ഉണ്ടാവട്ടെ. മോനെ ദിനേശ്, മിനിയുടെ കൂടെ കുളത്തിലിറങ്ങി പടവ് വെട്ടിക്കയറും. ഇനി മേലില് നിങ്ങൾ പഴയ മാതിരി ഒന്നിച്ച് കളിക്കാനും കുളിക്കാനും പാടില്ല. അവള് പ്രായം തികഞ്ഞിരിക്കണു. അന്യം നിന്നുപോയ ചടങ്ങുകളാ ഇത്. ആ, കാളിയുട്ടിയെ മീനിക്കുട്ടിയെ കുളിപ്പിച്ച് അകത്താക്കാൻ നോക്ക. വിളക്ക് നോക്കണേ. അവിടെ ഇട്ടു, കുട്ടി അവിടെ ഇട്ടു. അതിങ്ങോട്ട് എടുത്തോളൂ, അത് എനിക്കല്ലേ അവകാശ. ഇനി കുട്ടിക്ക് എന്താ സമ്മാനം കൊടുക്കാല്ലോ വെച്ചാ കൊടുത്തോളൂ. എനിക്കുള്ളത് എന്താ ചങ്കടും തന്നോളൂ. കാളിക്കുട്ടിക്ക് മുഖ്യ ഇതാ. അല്ല, അതെനിക്കറിയാം. എനിക്കുള്ള അവകാശം ഗൗരിയമ്മ തരുമെന്ന് എനിക്കറിയാം. കാളിക്കുട്ടിക്കുള്ള അവകാശം എല്ലാം തരാം. അതിനാർക്കും ഒരു കുറവും വരുത്തില്ല. എന്നാ പോരെ? ശാരദ വലിയ ഉത്സാഹത്തിലാണല്ലോ. സത്യം പറഞ്ഞ സരോനെടുത്തി കൊറേ കാലമായുള്ള മനസ്സിന് കനം ഇന്നാ ഒന്ന് കുറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടാവുന്നത് ഒരു സ്ത്രീത്വ. പെണ്ണില്ലാത്ത വീട് വീടല്ല. സൗദാമിനി ഈ വീടിന്റെ ഐശ്വര്യ. വീട്ടിൽ ഇടയ്ക്ക് സന്തോഷം ഉണ്ടാവാനാ ഈ പഴയ ആളുകള് ഈ ചടങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നത്. അത് ശരിയാ. അങ്ങനെ അമ്പാലികയും പപ്പനും 15 വർഷത്തിന് ശേഷം ശ്രീവത്സവത്തിൽ വരാൻ തുടങ്ങി. അതുമാത്രമല്ല, പപ്പൻ മിനിക്കുട്ടിയെ സ്നേഹിക്കാനും ലാളിക്കാനും അവളെ ഭയം കൂടാതെ പാലക്കിലേക്ക് കൊണ്ടുപോവാനും തുടങ്ങി. വീണ്ടും ഞങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ആ കുട്ടിയിൽ വല്ല മാറ്റങ്ങളും കണ്ടോ? കുട്ടിക്കാലം മുതൽക്കേ അവൾ ദിനേശനൊഴികെ മറ്റാരുമായും അടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അന്യനുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള അസാധാരണ കഴിവ് അവൾക്കുണ്ടായിരുന്നു. നമുക്ക് പാലക്കൽ വരെ പോകുന്നുണ്ട്, തെറ്റില്ലല്ലോ. പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പോലീസ് ഭാഷയിൽ മനസാക്ഷിയില്ലാതെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അമ്മേ, ഞങ്ങൾ പോലീസുകാരും മനുഷ്യരാണ്. ഞങ്ങൾക്കും ഉണ്ട് അമ്മയും അച്ഛനും ഭാര്യയും മക്കളും കുടുംബമൊക്കെ. അതൊക്കെ സമ്മതിച്ചു. എന്നാലും കാക്കിയിട്ടാലേ നിങ്ങളുടെ വേഷത്തിന്റെ ഒപ്പം മനസ്സും മാറും. പിന്നെ ഞങ്ങൾ നല്ലവരാവാൻ ഈ ജനം സമ്മതിക്കൂല. അപ്പോഴേക്ക് അവർ ബഹളം കൂട്ടും, കഴിവേട്ട പോലീസ് എന്നും പറഞ്ഞ്. അപ്പൊ കുറച്ച് എരുമ്പിലൊക്കെ വേണ്ടേ? പിന്നെ എല്ലാവരും ഞങ്ങളെ കണ്ടാലും പേടിക്കണേ ഞങ്ങൾക്കൊരു ഗമയാണ്. ഇത്രയൊക്കെ എരിയും പുള്ളി ഉണ്ടായിട്ടും ആരാ സ്റ്റേഷനിൽ ബോധം കിട്ടുകയാണ്? അത് ഞാനല്ല, ഈ സുരേന്ദ്രനാ. എന്നാ നമുക്ക് പാലക്കിലേക്ക് പോവാം. തറവാടും കറന്നറിയിക്കുന്ന കാണാം. എന്താ അമ്പാലികെ, എന്റെ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല. ശ്രീവത്സം വരെ ഒന്ന് പോയി വന്നാലോ? ഞാനും അതാ പറയാൻ വന്നത്. അച്ഛനും പാപ്പനും കൂടെ പോയി വിവരം അറിഞ്ഞിട്ട് വരട്ടെ. അച്ഛനും അങ്ങോട്ട് പോയാ രാത്രിയിൽ ഇവിടെ ആരെങ്കിലും ആണുങ്ങൾ വേണ്ടേ? ആ മണിയനോട് വന്ന് കിടക്കാൻ പറഞ്ഞാ മതി. മണിയനൊന്നും വരില്ല അമ്മേ. രാത്രി ഇവിടെ കിടക്കാൻ അവർക്കൊക്കെ പേടിയാ. അങ്ങനെ അവൻ പറഞ്ഞോ? മണിയൻ എന്നോട് പറയാ, വെള്ളിയാഴ്ച അമാവാസിയായിട്ടാ മിനിക്കുട്ടിയെ കാണാതായതെന്ന്. ഇന്നലെ രാത്രി മുഴുവൻ പാലേന്ന് ഭയങ്കര ബഹളായിരുന്നു അത്രേ. പാലയുടെ തെക്കോട്ടുള്ള കൊമ്പ് മുറിഞ്ഞു വീണത് അവര് കേട്ടൂന്ന്. ആരൊക്കെ എന്തൊക്കെയാണാവോ പറയണത്. ആ ദിനേശൻ വരാന്നും പറഞ്ഞു പോയതാ. അവനെ ഇനിയും കാണാനില്ല. ഞങ്ങള് ശ്രീവത്സത്തേക്ക് പോവാ. ദിനേശിനെ കാക്കണില്ല. എന്താ തന്തമാമ ഒന്നും മിണ്ടാത്തത്? എന്റെ മിനിക്കുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ലേ? എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മിനിക്കുട്ടിയെ രക്ഷിക്കണം. ആദ്യം ഞാൻ അവളെ കാണട്ടെ, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. ഗുരുനാഥൻ തന്നെ അതിനു വേണ്ട ചെയ്യണം. അന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ച കർമ്മങ്ങൾ ഗുരുനാഥൻ തന്നെ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാവില്ലായിരുന്നു. എന്തായാലും മോൻ വിഷമിക്കണ്ട. മിനിക്കുട്ടി ഇപ്പോൾ പാലക്കൽ വന്നിട്ടുണ്ടാവും. മേനെ,
നമ്മുടെ മിനിക്കുട്ടിയുടെ സ്വഭാവ രീതിയും ആരൊക്കെയാണ് അവളുടെ കൂട്ട്, എന്തൊക്കെയാ ഇഷ്ടം, ഇതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. അതൊക്കെ അറിയാനാ അവര് വന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ കഥകളും ഞാൻ അവരോട് പറഞ്ഞു. അപ്പോ അവർക്ക് ഈ തറവാടും കാവും പാലിയും എല്ലാം കാണാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടിയിട്ട് വന്നതാ. ഈ പോലീസ് എന്നൊക്കെ കേട്ടാലും കണ്ടാലും ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. കല്യാണാവാത്ത കുട്ടിയല്ലേ, നാളെ അവരുടെ ഭാവിയെ ബാധിച്ചാലോ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. പോലീസിന്റെ പരിധിയിൽപ്പെട്ടതല്ലെങ്കിലും ഈ വീടിനെയും പാലയെയും കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ടാ. ഇങ്ങനെ അമ്പാലിക്ക് സംഭവിക്കും മുമ്പേ ഇവിടെ വല്ല അത്യാഹിതവും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്, പറയാം. കുറച്ചു മുമ്പ് ഈ പപ്പനും എന്നോട് ചോദിച്ചു ഈ പാല വെട്ടിക്കൂടെ എന്ന്. എന്റെ പെങ്ങള് സാവിത്രി ഗർഭിണിയായിരുന്നപ്പോ എന്തിനോ വേണ്ടി രാത്രി പുറത്തിറങ്ങിയപ്പോ പാലയുടെ ചോട്ടിൽ നിന്ന് തീ ഉരുണ്ടു വരണത് കണ്ടുവെന്നോ തീ തുപ്പിയെന്നോ എന്നൊക്കെയാണ് അന്ന് അവൾ പറഞ്ഞത്. പേടിച്ചതുകൊണ്ടോ എന്തോ അന്ന് രാത്രി പനി തുടങ്ങി. 3-ാം ദിവസം നിറവയറോടെ മരിക്കുകയും ചെയ്തു. അന്ന് ഇവിടുത്തെ അച്ഛൻ ഈ പാലകൾ വെട്ടിയേ നിൽക്കൂന്നും പറഞ്ഞ് പാല വെട്ടാൻ ആളുകൾ അന്വേഷിച്ചു കുറേ നടന്നു. പക്ഷേ ആരും ഭയന്ന് വന്നില്ല. അവസാനം അക്കരെ പോയി മാപ്പിളാരെ കൂട്ടിയിട്ട് വന്ന് പാല കാണിച്ചു. അവർക്ക് കാര്യമൊന്നും അറിയില്ലല്ലോ. അവര് നാളെ വരാന്ന് പറഞ്ഞു പോയി. പക്ഷേ പിറ്റേ ദിവസം പാല വെട്ടിയില്ല, പകരം മാവാ വെട്ടിയത്. കാരണവരെങ്ങനെയാ മരിച്ചത്? വെറ്റിലപ്പാമ്പ് കടിച്ചു എന്നൊക്കെയാ പറയണ. ഊണ് കഴിഞ്ഞ് മുറുക്കിയതാ, അങ്ങനെ വീണു മരിച്ചു. എന്റെ ദൈവമേ, ഞാനത് വെട്ടണമെന്ന് വിചാരിച്ചാലും ആളുകൾ മുറിക്കാൻ വരില്ല. ചോദിക്കുന്നതിൽ തെറ്റൊന്നും തോന്നരുത്. ഇന്നലെ വെള്ളിയാഴ്ച എന്ത് പൂജയായിരുന്നു നടത്തിയത്? തങ്കമണിക്കും അപ്പുകുട്ടനും അപമൃത്യുവാണല്ലോ സംഭവിച്ചത്. എന്നാലും വലിയ ബാധകളോ ഉപദ്രവങ്ങളോ ഒന്നും പിന്നീട് ഉണ്ടായില്ല. ഇപ്പൊ മിനി വലിയ കുട്ടിയായി. അവൾക്ക് കല്യാണം വരുമ്പോ അമ്പാലിക്ക് സംഭവിച്ച മാതിരി ഒരു അനിഷ്ടവും സംഭവിക്കരുതെന്ന് കരുതി രാശി വെച്ച് നോക്കി. അതിൽ മരിച്ചാത്മാക്കൾക്ക് ശാന്തികർമ്മം ചെയ്യണമെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ശരി, അത് അമാവാസിക്കാണല്ലോ നല്ലതെന്ന് കരുതിയാ ഇന്നലെ തന്നെ അത് നടത്തിയത്. ഈ സൗദാമിനിയിൽ ഒരസാധാരണത്വവും നിങ്ങൾ കണ്ടിട്ടില്ലേ? ജനിച്ച നിമിഷം അവള് ചിരിച്ചു, കണ്ണിൽ നിന്ന് മിന്നൽ വന്നു, അവള് നോക്കിയപ്പോ ക്ലോക്ക് നിർത്താതെ അടിച്ചു എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല അവളുടെ 3-3.5 വയസ്സുള്ള ഏട്ടൻ ദിനേശിന്റെ പറച്ചില് കേട്ടിട്ടാണ്. ആദ്യം ഞാനും ആ കുട്ടിയെ സംശയിച്ചിട്ടുണ്ട്. സാറേ, ആ കുട്ടി ക്ലോക്ക് നോക്കിയപ്പോ ക്ലോക്ക് നിർത്താതെ അടിച്ചോ എന്നാ സംശയിക്കണ്ട സാർ. ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ട് സാർ. ആ കുട്ടി ഇത് ഒന്ന് തന്നെയാ. നിങ്ങൾക്ക് അവളെ എങ്ങനെ അറിയാം? അവളെ നിങ്ങൾ കണ്ടുവോ? അവിടെ അവള് നോക്കിയപ്പോ ക്ലോക്ക് നിർത്താതെ അടിച്ചോ? തമ്പുരാനെ, നമ്മുടെ കാവിന്റെ അവിടെ പാലച്ചോട്ടില് മിനിക്കുട്ടി കിടക്കണം. എന്റെ മോളെ സ്ത്രീകൾ പോണ്ട, അവർ പോയിക്കോട്ടെ.